എന്തെല്ലാം പരാതികൾ കൊടുത്തു. ഇങ്ങനെ വിദ്വേഷം പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ? രാജ്യദ്രോഹം ഉൾപ്പെടെ ഇപ്പോൾ ഷൈജ ആണ്ടവൻ രാജ്യദ്രോഹിയായ ഗോഡ്സെയാണ് ന്യായീകരിച്ചത്, ഒരു നടപടിയുമില്ല. പിന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രൊമോഷൻ കൊടുത്തു. കേരളത്തിൽ എന്തെല്ലാം വിദ്വേഷമാണ് ശശികല ടീച്ചർ മുതൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത്. എന്തെല്ലാം വിദ്വേഷമാണ്. BJPയുടെ കെ സുരേന്ദ്രനും BJPയുടെ മറ്റു നേതാക്കന്മാരും എന്തെല്ലാം വിദ്വേഷമാണ് നിരന്തരമായി പ്രചരിപ്പിച്ചത്. ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചോ? ഏതെല്ലാം ഓൺലൈൻ പോർട്ടലുകൾ, കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു സമുദായത്തിന് നേരെ എത്ര വിദ്വേഷമാണ് പ്രചരിപ്പിച്ചത് ചില ഓൺലൈൻ പോർട്ടലുകൾ. യൂത്ത് ലീഗ് ഉൾപ്പെടെ പരാതി കൊടുത്തില്ലേ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ആളെ ഇൻ്റർപോളിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത നാടാണ് കേരളം. ആ നാട്ടിലാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ, വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിക്കാത്തത്. പുസ്തകം ഇറക്കുകയാണോ ഭരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഞങ്ങൾ ഇത്തരം വിദ്വേഷ പ്രചാരണം ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടാണോ അല്ല ലീഗ് പുസ്തകം ഇറക്കിയിട്ടാണോ അതിനെ പ്രതിരോധിക്കേണ്ടത്? അത് കേരളത്തിലെ ജനങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ BJPക്ക് ജയിക്കാൻ കഴിയാത്തത്. അതേസമയത്ത് ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചാരകർക്കെതിരെ പുസ്തകം ഇറക്കല്ല നാട് ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ടത്. അതാരായിരുന്നാലും ശരി, അത് മതവും രാഷ്ട്രീയമൊന്നും നോക്കേണ്ടതില്ല. നാട്ടിൽ സമാധാന അന്തരീക്ഷത്തിന് ഭംഗമുണ്ടാക്കുന്നവർ ആരായിരുന്നാലും അവർക്കെതിരെ പുതിയ നിയമം അനുസരിച്ചാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന പഴയ നിയമത്തിൻ്റെ കാലത്താണെങ്കിലും IPCയുടെ കാലത്താണെങ്കിലും BNSൻ്റെ കാലത്താണെങ്കിലും ഒക്കെ നാട് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല. തമിഴ്നാട്ടിൽ അങ്ങനെ അല്ലല്ലോ. തമിഴ്നാട് സർക്കാർ അതിശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരക്കാർക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുമോ? പുസ്തകം ഇറക്കല്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും വന്നിട്ട് ഇങ്ങനെ പറയാണ്, മലപ്പുറത്ത് നോമ്പ് കാലത്ത് തുറക്കുന്ന കടകളുണ്ട് എന്നും ഇങ്ങനെ വന്ന് പറയാൻ കഴിയും. പാലക്കാട്ട് ആന തോട്ടി പൊട്ടിയിട്ട് കൊല്ലപ്പെട്ടപ്പോൾ ആന ചെറിഞ്ഞപ്പോൾ മലപ്പുറത്താന്ന് പറഞ്ഞു. ഞങ്ങളത് മലപ്പുറത്തല്ല എന്നിങ്ങനെ തെളിയിക്കുക. മലപ്പുറത്താണെങ്കിൽ എന്താണ്? മലപ്പുറത്താണെങ്കിൽ എന്താണ് കുഴപ്പം? ആ ചോദ്യം ആരും ചോദിക്കുന്നില്ല. മലപ്പുറത്ത് നോമ്പ് കാലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ കച്ചവടമില്ലാതെ തുറന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അല്ല, പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മറ്റ് രീതിയിൽ സാമുദായികമായ സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങളിലേക്കോ പ്രതികരണങ്ങളിലേക്കോ പോകണ്ട എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. കാരണം ആത്യന്തികമായി ഞങ്ങളുടെ താല്പര്യം ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമാധാനം തകർക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുമ്പോൾ ആ സമാധാനം തകർക്കുന്ന കൂട്ടത്തിൽ ലീഗ് ഉണ്ടാവില്ല. അതേസമയത്ത് വസ്തുതകൾ സംസാരിക്കുന്നതിൽ, ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ആ വസ്തുതകളാണ്. അക്കാദമികമായിട്ടുള്ള ഒരു കാര്യമാണ് സുരേന്ദ്രൻ ഇന്നും പറഞ്ഞത്. സംവരണവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ അനർഹമായി കൈവശം വെക്കുന്നു. ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്താൻ ഒരു ഏജൻസിയെ വെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യോജിപ്പാണ്. ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു. കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്താൻ തയ്യാറാകണം എന്നത് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അത് കോൺഗ്രസും ആവശ്യപ്പെട്ടതാണ്. BJPയാണ് അതിന് കൂടെ സപ്പോർട്ട് ചെയ്യാത്തത്, പിന്തുണക്കാത്തത്. അത് വ്യക്തമാണല്ലോ. ഇത് പുറത്തു വരുന്നതിൽ ആർക്കാണ് ഭയം? ഇക്കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്കാണ് ഇത് വിമിഷ്ടം ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണല്ലോ. ഞങ്ങൾ വ്യക്തിപരമായ ഒരു വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്. കാരണം ഒരു സമുദായത്തിൻ്റെ നേതാവ്, ഇപ്പോൾ സമുദായ നേതാക്കന്മാരിൽ നിന്നും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? സമുദായ നേതാക്കന്മാരിൽ നിന്ന് നാട്ടിൽ ആരെങ്കിലും വിദ്വേഷം പറഞ്ഞാൽ ആ വിദ്വേഷം പറയുന്ന ആളുകളെ അതാത് സമുദായ നേതാക്കന്മാർ അങ്ങനെ പറയരുത് എന്ന് പറയുന്നവരായിട്ടാണ് കേരളം ആഗ്രഹിക്കുന്നത്. ആ സമുദായ നേതാക്കന്മാർ തന്നെ വിദ്വേഷം പറഞ്ഞാൽ അതിനകത്ത് സങ്കടവും നിരാശയും പ്രയാസമൊക്കെ ഉണ്ട്. കാരണം ചങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടിക്കാമെന്ന് പറയാറില്ലേ? ചങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? അതും രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതും എല്ലാം തെറ്റാണ്. അത് ശക്തമായി അവരൊക്കെ സമുദായ നേതാക്കന്മാരാണ് എന്ന് കരുതിയിട്ട് എന്തും പറയാം എന്നല്ല. അതിനൊക്കെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ അതിനോടുള്ള പ്രതികരണങ്ങൾ വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലാകരുത് എന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ നിലപാടാണ്.
വിവിധ സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് ലീഗ് പോകാൻ പാടില്ല, ലീഗ് പ്രവർത്തകർ ആ നിലക്ക് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾക്ക് ആത്യന്തികമായി ഞങ്ങളുടെ താല്പര്യം അതാണ്. അത് വളരെ വ്യക്തമാണ്.